ആശയങ്ങളുടെയും അനുഭവങ്ങളുടെയും നിലപാടുകളുടെയും തീക്ഷ്ണ വഴികൾ പിന്നിട്ട് സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ പ്രശസ്തനായി മാറിയ ശ്രീ ജോയ് മാത്യു ആണ് ഇന്നെൻ്റെ അതിഥി. കേരളത്തിലെ സാമൂഹ്യ പ്രശ്നങ്ങളിലും രാഷ്ട്രീയ വിഷയങ്ങളിലും തൻ്റെ നിലപാട് പരസ്യമാക്കാൻ വേണ്ടി നവമാധ്യമങ്ങളെ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തിയിട്ടുള്ള കലാകാരൻ കൂടിയാണ് ജോയ് മാത്യു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നിർണായകമായ വഴിത്തിരിവിൽ എത്തുകയും അമ്മ എന്ന സംഘടന സ്വീകരിച്ച നിലപാടുകൾക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ശ്രീ ജോയ് മാത്യു അതിഥിയായി എത്തുന്നത്. സോ വെരി വാം വെൽക്കം ടു ദ ഷോ. ശ്രീ ജോയ് മാത്യു, വളരെയധികം സന്തോഷം താങ്കളെ എനിക്ക് അതിഥിയായി കിട്ടിയത്. എൻ്റെ ആദ്യത്തെ ചോദ്യം ഞാൻ അങ്ങനെ എടുത്തു പറയാൻ കാരണം താങ്കളുടെ മൗനത്തെക്കുറിച്ചാണ്. വളരെ വലിയ വിമർശം ജോയ് മാത്യുവിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ നിലപാടുകൾ പരസ്യമായി പറയാനുള്ള തൻ്റെ ഇടം കാണിച്ചിട്ടുള്ള ജോയ് മാത്യുവിനെ പോലൊരു കലാകാരൻ അമ്മയുടെ നിർണായകമായ ജനറൽ ബോഡി യോഗത്തിൽ നിശബ്ദനായിരുന്നു എന്നതാണ് താങ്കൾക്കെതിരെ ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശം. ഇരയ്ക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് കത്ത് മുഖേന ആവശ്യപ്പെട്ട ആളാണ് താങ്കൾ. എന്നിട്ടും ജനറൽ ബോഡി യോഗത്തിൽ താങ്കൾ നിശബ്ദനായിരുന്നു. എന്തുകൊണ്ട്? ഞാനൊരു സാധാരണ അംഗം മാത്രമാണ്. ഞാനവിടെ ഈ നടി ആക്രമിക്കപ്പെട്ട പ്രശ്നത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ വളരെ വിശദമായി നമ്മുടെ സംഘടന എടുക്കേണ്ട ഒരു നിലപാടിനെക്കുറിച്ച് ഒരു കത്ത് എല്ലാ മെമ്പർമാർക്കും, ഇതിൻ്റെ ഒഫീഷ്യൽസിനും, ഈ ആക്രമിക്കപ്പെട്ട നടിയടക്കമുള്ള ആൾക്കാർക്കും എഴുതി. അതിൽ വളരെ നമ്മളത്ര അറിയപ്പെടാത്ത 2 അംഗങ്ങൾ പ്രതികരിച്ചു എന്നല്ലാതെ ഈ ഒഫീഷ്യൽസ് ഒന്നും പ്രതികരിച്ചില്ല. ആരും പ്രതികരിച്ചില്ല. ഒരു മെമ്പർ പോലും പ്രതികരിച്ചില്ല. അപ്പോൾ മുതൽ ഞാൻ ആലോചിക്കുന്നുണ്ട്, എന്തിനാണ് ഞാൻ പറയുന്നൊരു കാര്യത്തിന് ഒരു ചെവി തരാൻ പോലും പറ്റാത്ത ഒരു സംഘടനയിൽ നിൽക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ ജനറൽ സെക്രട്ടറിയെ വിളിച്ച് ചോദിച്ചു, ഇടവേള ബാബുവിനോട്. ഞാനൊരു മെയിൽ അയച്ചിരുന്നു. കണ്ടിട്ടുണ്ട് ചേട്ടാ പറഞ്ഞു. അതൊന്ന് നിങ്ങളൊരു മറുപടി അയക്കൂ, കിട്ടിയതെങ്കിൽ അക്നോളജ് ചെയ്യൂ. അയക്കാം, ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വെക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അവിടെയും ഇത് ചർച്ച ചെയ്യപ്പെട്ടതായിട്ടോ ഒന്നും അറിയില്ല. ജനറൽ ബോഡിയിൽ എനിക്ക് ഉന്നയിക്കാമായിരുന്നു. അപ്പോൾ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള WCC എന്ന സംഘടനയുടെ ഒരു പ്രതിനിധി അവിടെ സംസാരിക്കുന്നുണ്ട്, ഗീതു മോഹൻദാസ്. അപ്പോൾ ഗീതു മോഹൻദാസ് ഈ വിഷയം ഉന്നയിച്ചാൽ എനിക്ക് അടുത്ത നടപടി എടുക്കാം, അടുത്ത സപ്പോർട്ട് ചെയ്യുന്നതും ചെയ്യാം. പക്ഷേ എന്നെ ഞെട്ടിക്കുന്ന രീതിയിൽ ഗീതു മോഹൻദാസ് ഇങ്ങനൊരു സംഭവം നടന്നതായിട്ടേ പറഞ്ഞില്ല. അപ്പോൾ ആദ്യം എഴുതി കൊടുക്കണം, സംസാരിക്കേണ്ട ആൾക്കാർ ആരൊക്കെയാണെന്ന് എഴുതി കൊടുക്കണം. അല്ലാതെ കൈ പൊന്തിച്ചിട്ട് എനിക്ക് പറയാനുണ്ട് എന്നുള്ള ഒരു രീതിയിലല്ല ആ കീഴ്വഴക്കം. അപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ഈ സംഘടനയ്ക്ക് എതിരെ നിൽക്കുന്ന ഗണേഷ് കുമാർ ഇതിന് തൊട്ട് ദിവസം മുമ്പ് എനിക്കൊരു മെയിൽ അയച്ചു. കോൺഫിഡൻഷ്യലാണ് എന്നൊക്കെ പറഞ്ഞു. എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും അയച്ചിട്ടുണ്ട്. അതാണോ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന കത്ത്? 13 പേജുള്ള കത്ത് എനിക്ക് വന്നു. താങ്കൾക്ക് അയക്കാൻ വഴിയില്ലല്ലോ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനല്ലേ അയച്ചിട്ടുള്ളത്? അതാണ് അതിൻ്റെ സത്യം. എന്തുകൊണ്ട് എനിക്ക് അയച്ചു? എനിക്ക് മാത്രമേ അയച്ചിട്ടുള്ളൂ. എക്സിക്യൂട്ടീവ് മെമ്പർ അല്ലാത്ത ഒരാളായി എനിക്ക് മാത്രമേ അയച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് എല്ലാത്തിലും സംശയമുള്ള ഒരാളാണ് ഞാൻ ആലോചിച്ചു, എന്തിനും എനിക്ക് എഴുതണം ഈ കത്ത്. അപ്പോൾ ഗണേഷ് കുമാർ എന്നെ വിളിക്കുന്നു. ആദ്യം മെയിൽ അയക്കുന്നു, എൻ്റെ ഫോൺ നമ്പർ ചോദിക്കുന്നു. ഞാൻ ഫോൺ നമ്പർ കൊടുത്തു. എന്നെ വിളിക്കുന്നു, ചേട്ടാ ഞാനൊരു മെയിൽ ഇങ്ങനെ അയച്ചിട്ടുണ്ട്. ഞാനൊരു മെയിൽ ആദ്യം അയച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടിയിരുന്നോ ചോദിച്ചു. ആ മെയിൽ കിട്ടിയിരുന്നു. പക്ഷേ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല, സമയം ഉണ്ടായില്ല. ഞാൻ 4 മാസം കഴിഞ്ഞു. ഇതിപ്പോൾ എന്താ മെയിൽ? ഇതൊന്ന് ചേട്ടൻ വായിച്ചു നോക്കണം, നമ്മുടെ സംഘടന പോകുന്നത് വളരെ അപകടകരമായതിലാണ്, ഇങ്ങനെയാണ്. അപ്പോൾ ഗണേശിൻ്റെ മുൻകാല രാഷ്ട്രീയ നിലപാടുകളൊക്കെ വെച്ചിട്ട് എനിക്കൊരു അസസ്മെൻ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുകയാണ് ഞാൻ യോഗത്തിൽ ഇടപെട്ട് സംസാരിക്കണം. അപ്പോൾ ഞാൻ ആലോചിച്ചു, ശരി, അദ്ദേഹം പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഗണേശൻ നേരെ വിരുദ്ധമാണ് അവിടെ. ഗണേശൻ പറഞ്ഞു, ഈ സംഘടന നമ്മൾ നിലനിർത്തും, ഈ സംഘടനയ്ക്ക് വേണ്ടി നമ്മൾ മരിക്കും. ഈ സംഘടനയിൽ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ വളരെ നല്ല കക്ഷികളാണ്, അവർ തന്നെ മതി. അപ്പോൾ ഞാൻ ആലോചിച്ചത്, ഇതാണ് രാഷ്ട്രീയക്കാരൻ്റെ ഒരു നിലപാട്. അത് നമ്മളെ ബോധപൂർവം റബലാക്കുക, അവർ കൈയൊഴിയുക. അതുകൊണ്ടാണ് ഞാൻ പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. താങ്കൾ പറഞ്ഞു ഗണേശൻ ഒരു നിലപാട് കത്തിലൂടെ അറിയിച്ചു, അതിന് വിപരീതമായൊരു നിലപാടെടുത്തു. പിന്നെ താങ്കൾ പറഞ്ഞു WCCയുടെ അംഗം ഈ പ്രശ്നം ഉന്നയിക്കുമെന്ന് കരുതി അവരുന്നയിച്ചില്ല, പിന്നെ ഞാൻ എന്തിന് ഈ പ്രശ്നം ഉയർത്തിക്കാട്ടണമെന്ന്. മൂന്നാറിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അതിൽ ജോയ് മാത്യു പങ്കെടുത്തിരുന്നു. അന്ന് താങ്കൾ അത് ഉദ്ഘാടനമല്ല, ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് താങ്കൾ പറഞ്ഞത്, ഇതിൽ ഭാഗമാകുന്നത് ഒരു സിനിമാക്കാരൻ എന്ന നിലയിലല്ല, കരം കൊടുക്കുന്ന ഒരു പൗരന് സർക്കാരിൻ്റെ നടപടികളെ വിമർശിക്കാനും അതിനെ ക്രോസ് ചെക്ക് ചെയ്യാനുമുള്ള അധികാരമുണ്ട്, ആ അവകാശം വെച്ചുകൊണ്ടാണ് അതിൻ്റെ ഭാഗമാകുന്നതെന്ന്.
കേരളത്തിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം കേവലമായി സിനിമാക്കാർക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു പ്രശ്നമല്ല. അത് കേരളത്തിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തൊഴിലിടത്തിലെ സ്ത്രീകളുടെ അരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു സാമൂഹിക പ്രശ്നമാണ്. അങ്ങനെ ഒരു പൊതു പ്രശ്നത്തിൽ ഈ സിനിമാ സംഘടനയുടെ അംഗമായി നിൽക്കുന്ന താങ്കളെ പോലെ ഒരാൾക്ക് ആ പ്രശ്നം എഴുതി കൊടുക്കാതെ തന്നെ അപ്പോൾ തന്നെ ഉന്നയിക്കാൻ പാകത്തിലുള്ള ഒരു പൗരബോധം താങ്കളിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിരുന്നില്ലേ? എന്തുകൊണ്ട് അതുണ്ടായില്ല? അല്ല, ഞാൻ ആ സംഘടനയിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് അല്ല 6 മാസം കഴിഞ്ഞ് വരുന്നൊരു ജനറൽ ബോഡിയിൽ ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ ദ വെരി നെക്സ്റ്റ് ഡേ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചിട്ടുണ്ട്. അല്ല, അതിലല്ലോ കാര്യം. പിന്നെ ഇവിടെ ഈ യോഗം കഴിഞ്ഞുകൊണ്ട് തന്നെ ഇന്നസെന്റ് ഉൾപ്പെടെയുള്ള അമ്മയുടെ ഭാരവാഹികൾ പറഞ്ഞത്, അവർ പറഞ്ഞു ഞങ്ങൾ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്, ഒരാൾക്കും ഒരു പരാതിയുമില്ല, ഒരാൾ പോലും എക്സിക്യൂട്ടീവിലോ ജനറൽ ബോഡി യോഗത്തിലോ ഈ വിഷയം ഉന്നയിച്ചില്ല എന്നതാണ്. താങ്കൾ അവിടെ നിശബ്ദനായിരുന്നു. താങ്കൾ പറഞ്ഞത് ഒരു സാധാരണ ജനറൽ ബോഡി യോഗമായിരുന്നു. താങ്കളെ പോലെ ഒരു സാധാരണ അംഗം അന്ന് അവിടെ ശബ്ദിച്ചിരുന്നെങ്കിൽ ഒരു അസാധാരണ ജനറൽ ബോഡി യോഗമാകുമായിരുന്നു. അത് താങ്കൾ ചെയ്തില്ല. അല്ല, ഒന്നാമത് ഈ സംഘടനയുടെ ബൈലോ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, അതിൽ അംഗങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കുന്നത്. ക്ഷേമപ്രവർത്തനങ്ങൾ, അല്ലാതെ അവർ ഏർപ്പെടുന്ന ക്രൈമുകളിൽ. അങ്ങനെയാണെങ്കിൽ ഗണേശൻ്റെ പ്രശ്നത്തിൽ, ബാബുരായൻ്റെ പ്രശ്നത്തിൽ, ഇങ്ങനെ പല നടീനടന്മാരുടെയും പല പ്രശ്നങ്ങളിലും ഇടപെടേണ്ടി വരും. ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് നടിക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടെ ഇന്നസെൻ്റ് പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട് ആദ്യം. പിന്നെ ഞാനതിന് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എന്തിനാ ചോദ്യം ചെയ്യുന്നത്? അല്ല, താങ്കളുടെ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് ഇരയ്ക്ക് നിയമസഹായം നൽകുകയും നീതി ഉറപ്പാക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ട സാമ്പത്തികമായ ധാർമ്മികമായ പിന്തുണ ഈ സംഘടന നൽകണമെന്നതാണ്. ആവശ്യം നടപ്പാക്കപ്പെട്ടു? ഇല്ലല്ലോ. ഇല്ല. കാരണം അത് ചർച്ച ചെയ്തതിൽ മറുപടി പോലും കിട്ടിയില്ലല്ലോ. അതെ, അത് ചർച്ച ചെയ്യാൻ താങ്കൾ പരസ്യമായ വിഷയം ഉന്നയിക്കണ്ടേ? അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ആ സംഘടനയിൽ ഇന്ന ആളുകൾ എന്നെ പിന്തുണച്ച് രംഗത്ത് വരുന്നുണ്ട്, അതൊരു കൂട്ടായ ചർച്ചയ്ക്കുള്ള വഴിയൊരുക്കാമായിരുന്നു. എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഒരാൾ പോലും അവിടെ എൻ്റെ കൂടെ നിൽക്കില്ല എന്നുള്ളത്. കാരണം ഇത് അങ്ങനെയാണ് ഈ സംഘടനൻ്റെ കെട്ടുപാടുകൾ. ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വളരെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു തൊഴിലാളി സംഘടനയല്ല, ഒരു രാഷ്ട്രീയ സംഘടനയല്ല. അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് സിനിമയിൽ അഭിനയിക്കുന്നവരധികം തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്തിനൊക്കെയോ ഡിപ്പെൻഡ് ചെയ്ത് ആരെയൊക്കെയോ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരിൽ നിന്നും ഒരു പിന്തുണയും കിട്ടില്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അല്ലെങ്കിൽ ഞാൻ അയച്ച മെയിലിന് ഒരാളെങ്കിലും ഒരു മറുപടി അയക്കണ്ടേ? ആരും അയച്ചില്ല. പിന്നെ അവിടെ ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ ആരും എന്നെ സപ്പോർട്ട് ചെയ്യാന്ന് ഉറപ്പാണ്. ഞാൻ ഒറ്റപ്പെടും. ഈ സംഘടന ഇന്നസെന്റും സൂപ്പർ താരങ്ങളും എല്ലാവരും ചേർന്ന് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണോ? അതായത് സൂപ്പർ താരങ്ങളില്ലാതെ ഈ സംഘടനയ്ക്ക് നിലനിൽപ്പില്ല. കാരണം ചാനൽ ഷോകൾ ഇവർ വിചാരിച്ചാലേ കിട്ടുള്ളൂ. ഇവർ വിചാരിച്ചാൽ സ്റ്റേജ് ഷോകൾ കിട്ടുള്ളൂ. ഇതിലൂടെ കൊണ്ടുവരുന്ന പണം അവർ വീട്ടിലേക്ക് കൊണ്ടുപോകല്ല, അവർ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് തന്നെ കൊടുക്കുന്നു. എത്രയോ ആൾക്ക് പെൻഷനായിട്ട് കൊടുക്കുന്നു, എത്രയോ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്നു, എത്രയോ ആസ്പത്രിയിൽ ആംബുലൻസും കാര്യങ്ങളും വാങ്ങിക്കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഒരു സംഘടന മാത്രമായിട്ട് കണ്ടാൽ മതി ഇതിനെ. ഇത് തൊഴിൽ പ്രശ്നം ചർച്ച ചെയ്യുന്നൊരു കാര്യമല്ല. അല്ല, അവിടെ തന്നെയും ഗണേഷ് കുമാറിന്റെ കത്തിൽ പറയുന്നത് കഴിഞ്ഞ 3 ജനറൽ ബോഡി യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കപ്പെട്ടിട്ടില്ല. ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ പെൻഷൻ ശരി, അതിനപ്പുറം അമ്മ ഉണ്ടാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ലാഭം കൈനീട്ടമായി പലർക്കും വീതിച്ചു നൽകുന്നു എന്നതിനപ്പുറത്തേക്ക് ക്ഷേമ പ്രവർത്തനങ്ങളിലേക്കോ ചുറ്റുപാടുമുള്ള സാമൂഹിക പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയോ പണം ചിലവഴിക്കുന്നില്ല എന്നാണ്. ആ വിമർശനങ്ങൾ ശരിയാണോ? ഗണേഷ് കുമാർ കൂടെ ഉള്ള പാനലാണല്ലോ 2 കൊല്ലമായിട്ട് അമ്മ കൺട്രോൾ ചെയ്യുന്നത്. ഈസ് ദ വൈസ് പ്രസിഡൻറ്റ്. ഇദ്ദേഹത്തിന് കൂടെ ഉത്തരവാദിത്വമുണ്ട്. ആ സംഘടന ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഹീസ് വൺ ഓഫ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ദാറ്റ്, അല്ലേ? അമ്മ താരങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു തട്ടിപ്പ് സംഘടനയാണോ? നെവർ. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും പണം കട്ടെടുത്തതായിട്ടോ ആരെങ്കിലും അതിൽ നിന്ന് പണം മോഷ്ടിച്ചതായിട്ടോ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു താരക്കൂട്ടായ്മ, അതാണോ അമ്മ? അല്ല, അപ്പോൾ ഞാൻ പറയും താരക്കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൂപ്പർ സ്റ്റാർസ് ആണോ? അല്ല, താരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നവരൊക്കെ താരങ്ങളാകുന്ന കാലമാണല്ലോ. ഞാൻ താരമാണോ? ഞാനൊരു നടനല്ലേ? അല്ല, താങ്കൾ പറഞ്ഞു അഭിനയം തൊഴിലാക്കിയവരുടെ സംഘടനയാണ് അമ്മ. ആ അഭിനയം ശ്രീ ജോയ് മാത്യുവും ഇപ്പോൾ ശരിയായ രീതിയിൽ തൊഴിലാക്കിയിട്ടുണ്ട് എന്ന ആക്ഷേപമാണ് അമ്മയുടെ യോഗത്തിൽ മിണ്ടാതിരുന്നതിലൂടെ താങ്കൾക്ക് നേരെ ഉണ്ടാകുന്നത്. ആരോപണങ്ങൾ അങ്ങനെ പലരും പറയും. അത് നോക്കിയിട്ട് കാര്യമില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറുപടി പറയലല്ല എൻ്റെ പണി. എനിക്ക് തോന്നുന്ന ശരിയും തോന്നുന്ന കാര്യം അത് ആരായാലും എവിടെയായാലും അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിക്ക് നീതി ഉറപ്പാക്കാൻ അമ്മ ശരിയായ രീതിയിൽ ഇടപെട്ടു എന്ന അഭിപ്രായമുണ്ടോ ജോയ് മാത്യുവിന്? അമ്മ ശരിയായ രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്നാണല്ലോ ഇപ്പോൾ നിങ്ങളൊക്കെ പറയുന്നത്. താങ്കളുടെ അഭിപ്രായമാണ് ഞാൻ ചോദിച്ചത്. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം
നീതി അവർക്ക് വേണ്ട എന്താ പറയുക നിയമപരമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ വേണ്ട ഫിനാൻസോ അല്ലെങ്കിൽ വക്കീൽ ഏർപ്പെടുത്തി കൊടുക്കാമെന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ച് അവർക്ക് കത്തയച്ചത്. പക്ഷേ അവർക്കതൊന്നും വേണ്ടി വന്നില്ല. അവരെന്നെ അവർ സ്വന്തം നിലയിൽ പോകുന്നത് ഞാൻ കേട്ടത്. മാത്രമല്ല അമ്മ ഒരിക്കലും അവർക്ക് എതിരായിട്ട് നിന്നിട്ടില്ലല്ലോ ഇതുവരെ. അങ്ങനെയല്ല, അമ്മ പോലൊരു സംഘടന അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് അവരുടെ തൊഴിലിടവുമായി ബന്ധപ്പെട്ട അവരുടെ യാത്രക്കിടയിൽ ഉണ്ടായ ഈ ദാരുണമായ സംഭവത്തിൽ ഒരു സംഘടന ചെയ്യേണ്ടത് ഇത്ര മാത്രമാണോ? അതാണ് എൻ്റെ ചോദ്യം. സംഘടന ചെയ്യേണ്ടത് ഇത്ര മാത്രമല്ല. ഞാനായിരുന്നു ആ സംഘടനയുടെ നേതൃത്വത്തിലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല. എന്താണ് അപ്പോൾ ഈ സംഘടന ചെയ്യേണ്ടിയിരുന്നത്? ചെയ്യേണ്ടിയിരുന്നത് അവർക്ക് നിയമപരമായ സഹായം കൊടുക്കണം, അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം, അവർക്ക് വേണ്ട എന്ത് സഹായം വേണ്ട വെച്ചാൽ കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. അവരായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, നമ്മളായിട്ട് ബന്ധപ്പെട്ടിരുന്നില്ല. അങ്ങനെയല്ല, അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാ അംഗങ്ങളെയും ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വവും സംഘടനയ്ക്കുണ്ടല്ലോ. അതുണ്ട്. അത് ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ താങ്കൾക്ക്? എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അവർ റിപ്പോർട്ടിൽ പറയേണ്ടതല്ലേ. അങ്ങനെ വൈസ് പ്രസിഡന്റായി നിൽക്കുന്ന ഗണേഷ് കുമാറിനും ബോധ്യപ്പെട്ടിട്ടില്ല? ഇല്ല എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഗണേഷ് കുമാറിന്റെ കത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ഇന്നസെന്റ് മറ്റ് ചില സൂപ്പർ താരങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പെരുമാറുകയാണ്. അങ്ങനെ അമ്മ രൂപീകരിക്കാൻ ഇടയായ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് അത് മാറിപ്പോകുന്നു, ചിലരുടെ മാത്രം സംഘടനയായി അമ്മ മാറുന്നു എന്നതാണ്. ഗണേഷ് കുമാറിന്റെ ഇരട്ടത്താപ്പ് അവിടെ മാറ്റി നിർത്താം. ഗണേഷ് കുമാറിന്റെ കത്തിലെ ഉള്ളടക്കം താങ്കൾ അംഗീകരിക്കുന്നു? ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം ഗണേഷ് കുമാറിൻ്റെ നീക്കം വളരെ പൊളിറ്റിക്കലാണ്. ഇങ്ങനെ കുറേ ആരോപണങ്ങൾ വരുമ്പോൾ ഞാനിത് ഒഴിയുന്നു എനിക്കെന്നെ ഏൽപ്പിക്കരുതെന്ന് പറയുന്ന ആളാണ്, പ്രസിഡൻ്റാണ് ഇന്നസെൻ്റ്. അദ്ദേഹത്തിന് MP സ്ഥാനം അതുപോലെ ഒരുപാട് അസുഖം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം സ്വാഭാവികമായും രാജിവെക്കും. അദ്ദേഹം നമ്മൾ 2 പറഞ്ഞാൽ രാജിവെക്കും, എനിക്ക് ഉറപ്പാണ്. കാരണം അങ്ങനെയാണ്, അദ്ദേഹത്തിന് ആവശ്യമില്ലത്. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഒരു അലങ്കാരമായി കാണാത്ത ആളാണ് അദ്ദേഹം. രാജിവെച്ചാൽ പിന്നെ വരുന്ന വൈസ് പ്രസിഡന്റ് ആരാ? പിന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്ന വൈസ് പ്രസിഡന്റ് 2 ഓപ്ഷനേ ഉള്ളൂ, മോഹൻലാലോ അല്ലെങ്കിൽ ഗണേഷോ. ഞാനൊന്നും പറയണ്ടല്ലോ. അതായത് അധികാരം കിട്ടാൻ വേണ്ടി ഗണേഷ് നടത്തിയ ഒരു കളിയായിരിക്കാം. തീർച്ചയായിട്ടും അത് തന്നെയാണ്, വേറെന്താ. അല്ലെങ്കിൽ ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം കഴിഞ്ഞിട്ട് 4 മാസം മറ്റോ കഴിഞ്ഞു, 5 മാസം കഴിഞ്ഞു. അതുവരെ ഈ ഗണേശൻ്റെ ധാർമ്മിക ബോധവും അമ്മയുടെ വൈസ് പ്രസിഡന്റ് നിലയ്ക്കുള്ള ഈ ചടുലമായ ഈ എന്താ പറയുക ചാട്ടവും എടുത്തുചാട്ടവും അല്ലെങ്കിൽ ആവേശവും ഒക്കെ എവിടെയിരുന്നു? ഈ അമ്മ ഇതേപോലൊരു നിശബ്ദ നിലപാട് സ്വീകരിക്കുന്നതിന് പിന്നിൽ പല ആളുകളുടെയും നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഉദാഹരണത്തിന് ഈ കേസ് തന്നെ ഒരു നിർണായകമായ വഴിത്തിരിവിൽ എത്തി നിൽക്കുമ്പോൾ പല കാര്യങ്ങളും പോലീസിന്റെ അന്വേഷണത്തിൽ വരുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത്. അതിലൊന്ന് റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ്. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് സിനിമാ ലോകത്തിലുള്ള പലർക്കുമുള്ള ബന്ധങ്ങൾ ഈ കേസിന്റെ അന്വേഷണം ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് വരും എന്ന ആശങ്കയുള്ളതായി പറഞ്ഞു കേൾക്കുന്നു. ശരിയാണോ ജോയ് മാത്യു? എനിക്കറിയില്ല കേട്ടോ. ഞാനേതായാലും ഈ റിയൽ എസ്റ്റേറ്റ് പരിപാടികളിലും ഒന്നുമില്ല. മാത്രമല്ല ഞാൻ ഈ എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ ഒരാളല്ല, ഞാൻ ഭരണസമിതിയിലുമില്ല. ഞാൻ ആകെ പോകുന്നത് 2ാമത്തെ യോഗമാണത്. ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. നേരെ പറഞ്ഞ് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടാവുകയും അവരുമായി അടുത്ത ബന്ധം, എനിക്ക് ഇവരായിട്ട് അടുത്ത ബന്ധം പോലും ഇല്ല. എനിക്ക് വളരെ നമ്പർ തന്നെയില്ല. അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പ്രകാശ് ബാരെ താങ്കൾക്കറിയാമല്ലോ, അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയത് അമ്മ എന്ന സംഘടനയിൽ അംഗമാകാത്തതിൽ അഭിമാനിക്കുന്നു എന്നാണ്. ഒരു ദുരഭിമാനം തോന്നുന്നുണ്ടോ താങ്കൾക്ക് ഇത് കേൾക്കുമ്പോൾ? എനിക്കൊരിക്കലും ദുരഭിമാനം തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പും പല സംഘടനകളും എൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നിന്നിട്ടുണ്ട്. കാരണം നമ്മളൊരു തൊഴിലിടത്ത് ഒരു തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് സംഘടന വേണം. ഇത് തന്നെ ഞാൻ പറയട്ടെ, ഈ കേസുകൾ നിങ്ങളിങ്ങനെ മാധ്യമങ്ങളൊക്കെ വിളിച്ച് പോകുന്ന ഈ കേസ് തന്നെ നാളെ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ടല്ലോ, തെളിവില്ലാതെ പോവുകയും ചെയ്യുക കേസ്. അപ്പോൾ നിങ്ങളെന്ത് പറയും? കേരളത്തിന് പുറത്ത് താങ്കൾക്ക് നന്നായിട്ടറിയാം, താങ്കൾ അന്യഭാഷാ സിനിമകളിലും അഭിനയിച്ചിട്ടുള്ളതാണ്. അത് തെലുങ്കിലാകട്ടെ, തമിഴിലാകട്ടെ, മറ്റേതെങ്കിലും ഭാഷകളിലാകട്ടെ, ഇതര ഭാഷകളിലൊക്കെ അഭിനയിക്കുന്ന നടന്മാർ അവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വരുന്നവരാണ്. കേരളത്തിലെ സിനിമാക്കാരുടെ ഒരു പ്രത്യേകത, അവർ ഈ സാമൂഹിക വിഷയങ്ങളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് മറ്റേതോ ഒരു മട്ടുപ്പാവിൽ സാധാരണ ആളുകളുമായുള്ള ബന്ധം വിച്ഛേദിച്ച് അവർ തന്നെ രൂപീകരിച്ച ഒരു സ്വർഗത്തിൽ ജീവിക്കുന്നവരായി തോന്നിയിട്ടുണ്ട്. ഏത് കാര്യത്തിലും അവരുടെ ഒരു പ്രതികരണം ചോദിച്ചാൽ അവർ പ്രതികരിക്കാനില്ല. സ്വന്തം തൊഴിലുമായി ബന്ധപ്പെട്ട അവർ സേഫ് സോണിൽ നിൽക്കുന്ന കാര്യങ്ങളിൽ മാത്രം. അങ്ങനെ നിരുത്തരവാദപരമായി തന്നെയല്ലേ ഈ സ്ത്രീ ആക്രമിക്കപ്പെട്ട സംഭവത്തിലും അമ്മ വിഷയം കൈകാര്യം ചെയ്തത്? അത് എനിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളുടെ സിനിമാക്കാരധികം സാമൂഹ്യ വിഷയങ്ങളിൽ ഒരു മീഡിയയിൽ ഇതുവരെ വന്നിട്ടില്ല. ഈ പ്രശ്നത്തിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാകുമ്പോൾ എനിക്കറിയില്ല, പക്ഷെ ആരും റിയാക്ട് ചെയ്തിട്ട്
എൻ്റെ നിലപാട് ഇതാണെന്ന് പറയാൻ ആൾക്കാർക്ക് പേടിയാന്ന് തോന്നുന്നു. ആ 3 ജനപ്രതിനിധികളുണ്ട്. 3 ജനപ്രതിനിധികളും വ്യത്യസ്ത അതിൽ 4 ആളില്ലേ? സുരേഷ് ഗോപി ഇല്ലേ? സുരേഷ് ഗോപി അമ്മയുടെ അംഗമാണ്. സുരേഷ് ഗോപി ഇപ്പോഴും ആദ്യത്തെ മെമ്പർഷിപ്പ് ആയിരുന്നു. ഇപ്പോഴുണ്ടോ അദ്ദേഹം? ഇപ്പോഴും അദ്ദേഹത്തിന് പങ്കെടുക്കാറില്ല. പക്ഷേ അദ്ദേഹം മെമ്പർ തന്നെയാണ്. രാഷ്ട്രീയ അഭിപ്രായമുള്ളവരും ജനപ്രതിനിധികളും രണ്ട് വിഭാഗത്തിൽപ്പെടുന്നവരാണല്ലോ. ജനപ്രതിനിധികൾ കുറെ കൂടി കമ്മിറ്റഡ് ആണല്ലോ. കുറച്ചുകൂടെ കമ്മിറ്റഡ് ആണ്. ആയിരിക്കണം. അങ്ങനെ ആയില്ലല്ലോ. ഇന്നസെന്റും ഗണേഷ് കുമാറും മുകേഷും ആയോ? അങ്ങനെ മുകേഷിൻ്റെയും ഇന്നസെൻ്റെയും കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് മുകേഷ് പുതിയ ആളല്ലേ. അപ്പോൾ ജനപ്രതിനിധി സിനിമയിൽ അഭിനയിക്കുന്ന മാതിരിയല്ല ജീവിതത്തിൽ പെരുമാറുന്നത്, പഠിച്ചു വരുന്നുണ്ടാവുള്ളൂ. അതൊരു ആവേശമായി കണ്ടാൽ മതി. കാരണം കൂടെ നിൽക്കുന്ന തന്നോടൊപ്പം തൊഴിലെടുക്കുന്ന ഒരാളെ കുറ്റവാളിയാണെന്ന് പറയൂ എന്ന് മീഡിയ പറയുമ്പോൾ നമ്മൾ ഇമോഷണലാവും. ഇപ്പം അവിടെ ഒരു ചെറിയ തിരുത്തുണ്ട്. കുറ്റവാളിയാണ് എന്ന് പറയൂ എന്നല്ല മാധ്യമങ്ങൾ ചോദിച്ചത്. നിങ്ങൾ ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ, താങ്കൾ ഈ തൊഴിൽ ചെയ്തിട്ടുള്ള ആളാണല്ലോ, ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ സ്വാഭാവികമാണ് മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുകയെന്ന്. അതിനെ സഹിഷ്ണുത നേരിടാനുള്ള ഒരു പ്രാപ്തിയോ അതല്ലെങ്കിൽ അതിനുള്ള പക്വതയോ കാണിക്കാനുള്ള മിനിമം മര്യാദ ജനപ്രതിനിധികളുടെ നിന്ന് ഉണ്ടാവണ്ടേ? വേണം. മാത്രമല്ല എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അമ്മയ്ക്കൊരു സ്പോക്സ്മാൻ ഇല്ല. കാര്യങ്ങൾ കൃത്യമായി പറയാൻ ആർജവമുള്ള ഒരു വക്താവില്ല. അതാണ് കുഴപ്പം മുഴുവൻ. അതുകൊണ്ട് പത്രക്കാർ 100 ആൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഈ ജോലി ചെയ്തുകൊണ്ട് തന്നെ പറയാം, നമ്മൾ പല ചോദ്യങ്ങളും പല ആംഗിളിൽ നിന്നും ചോദിക്കും, നമുക്കധികം കിട്ടണ്ടേ. അപ്പോൾ ക്ഷുഭിതനാവുന്ന ഒരവസ്ഥയല്ല, സംയമനത്തിൻ്റെ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ടത്. അത് പലർക്കും അറിയില്ല. ഈ ആനുകൂല്യം മുകേഷിന് കൊടുക്കാം, ഇന്നസെൻറ്റും KP ഗണേഷ് കുമാറും അല്ല. ഗണേഷ് കുമാറിൻ്റെത് നമുക്ക് ഗണേഷ് കുമാർ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ആവേശം കാണിക്കുന്നു, ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും അല്ലേ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നൊക്കെ ഉണ്ട്. അതേ ആളാണ് പിറ്റേ ദിവസം പറയുന്നത് അമ്മ സംഘടന പിരിച്ചു വരണമെന്ന്. അപ്പോൾ അതോടെ വെക്കട്ടെ. ഇന്നസെൻറ്റിൻ്റെ കാര്യത്തിൽ ഇന്നസെൻ്റ് ആകെ പരിഭ്രമിച്ചു പോയത് എനിക്ക് തോന്നുന്നത്. ജനറൽ ബോഡി യോഗത്തിൽ നിശബ്ദനായിരുന്ന് പിന്നീട് പുറത്ത് വന്നിട്ട് താങ്കൾക്കൊരു മനസ്താപം ഉണ്ടായോ, ഞാൻ പറയേണ്ടതായിരുന്നുവെന്ന്? അങ്ങനെ തോന്നാൻ സാധ്യതയുള്ളൊരു വ്യക്തിത്വമാണ് താങ്കളുടേത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. മനസ്താപം ഉണ്ടായത് ഞാൻ ഈ സംഘടനയിൽ തുടരണോ വേണ്ടയോ എന്നുള്ള ചിന്ത എനിക്ക് ഈ നിമിഷം വരെയുണ്ട്. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു സംഘടനയിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാവരെയും ഭയമാണ്, ഒരു തുറവില്ല. ഞാൻ പറഞ്ഞില്ലേ, സാമ്പത്തികമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ഉള്ള ഒരു സംഘടനയാണത്. ഒരു സൂപ്പർ സ്റ്റാറിന് കിട്ടുന്ന പണമല്ല ക്യാരക്ടർ റോൾ അഭിനയിക്കുന്ന ആൾക്ക് കിട്ടുന്നത്. ക്യാരക്ടർ റോൾ അഭിനയിക്കുന്ന ആൾക്ക് കിട്ടുന്നതല്ല അതിലൊന്നും താഴെയുള്ള ആൾക്ക്. ജൂനിയർ ആർട്ടിസ്റ്റിന് അത്രയും ഇല്ല. ഇവരൊക്കെ കൂടി ഒരു സംഘടനയിൽ ഇരുന്നാൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും, സ്നേഹമൊക്കെ ഉണ്ടായിരിക്കും, അങ്ങോട്ട് കൂടും, പരസ്പരം സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിന് കൃത്യമായൊരു പൊളിറ്റിക്സ് ഉണ്ടാവില്ല. നമുക്കൊരു ക്ഷേമപ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്നൊരു സംഘടന എന്നുള്ള രീതി കണ്ടാൽ കുഴപ്പമില്ല. നേരെ മറിച്ച് നമ്മൾ എടുക്കേണ്ട ചില നിലപാടുകൾ വരും. ഈ നിലപാടെടുക്കുമ്പോഴാണ് നമുക്ക് രാഷ്ട്രീയമായ ചിന്തകൾ വേണ്ടി വരിക. രാഷ്ട്രീയ ചിന്താഗതി ഇല്ലാത്ത എല്ലാ സംഘടനകളിലും ഇത്തരം ഒരു അരാജകത്വം സ്വാഭാവികമാണ്. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? തുടരണമെന്ന് തീരുമാനിച്ചോ വേണ്ട എന്ന് തീരുമാനിച്ചു? അതെ, ഞാനിങ്ങനെ ചിന്തകളിലാണ്, പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റില്ല, ഇങ്ങനെ ചിന്തകളിലാണ്. താങ്കൾ ഈ കാര്യങ്ങൾ ആരൊക്കെയായിട്ടാണ് കൺസൾട്ട് ചെയ്യുന്നത്? എനിക്ക് ഏറ്റവും വളരെ ക്ലോസ് ആയിട്ട് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഞാൻ സൂപ്പർ താരങ്ങളുണ്ടോ? മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്? ഇല്ല, അവരൊന്നായിട്ട് അതിന് സംഘടനാപരമായ കാര്യങ്ങൾ ഒന്നും ചർച്ച ചെയ്യാറില്ല. ഇന്നലെ വരെ മമ്മൂക്കായിട്ട് ഞാൻ വാട്സപ്പിൽ വേറെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നില്ല. ഈ സൂപ്പർ താരങ്ങളെ വിമർശിക്കാൻ ജോയ് മാത്യുവിനും ചില പരിമിതികൾ ഉള്ളതുപോലെ തോന്നുന്നു. താങ്കളുടെ അടുത്ത ചിത്രത്തിൽ മമ്മൂട്ടിയാണല്ലോ നായകൻ. മാറ്റണോ? പേടിയുണ്ടോ എന്നാണ്. ഞാൻ മമ്മൂക്ക എന്ന് വിളിക്കുന്നത് അയാൾ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടൊന്നല്ല. ഐ നെവർ കൺസിഡർഡ് എനിബഡി ആസ് സൂപ്പർ സ്റ്റാർ. എനിക്കിങ്ങനെ സൂപ്പർ താരങ്ങളോട് താരങ്ങളോട് തന്നെ എനിക്ക് വിധേയത്വം പണ്ടുണ്ടായിട്ടില്ല. എൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് ഗോപിക്കറിയാലോ. ഇനി വീണ്ടും ഈ വാർത്താ സമ്മേളനത്തിലേക്ക് തന്നെ, അവിടെ 2 സൂപ്പർ താരങ്ങൾ നിശബ്ദരായിരുന്നു. ഞങ്ങൾ ഇതിൻ്റെ ഒന്നും ഭാഗമല്ല, ഞങ്ങൾ മറ്റേതോ അന്യഗ്രഹ ജീവികളെ പോലെ അവർ ഇരുന്നു, മമ്മൂട്ടിയും മോഹൻലാലും. ആ താരങ്ങളുടെ നിലപാട് എല്ലാ വിഷയങ്ങളിലും കൃത്യമായി സൂക്ഷ്മതയോടുകൂടി രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാറുള്ള ആ തരത്തിൽ ഒരു തീവ്ര ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ജോയ് മാത്യുവിനെ പോലൊരാൾ എങ്ങനെ സഹിച്ചിരുന്നു? താങ്കൾക്ക് എന്ത് തോന്നി അത് കണ്ടപ്പോൾ? അല്ല, ഞാനത് വാർത്താ സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പോയി. കാരണം എൻ്റെ പ്രസൻസ് അവിടെ ആവശ്യമില്ല. അതിനും അപ്പുറമായിരിക്കുമല്ലോ ജനറൽ ബോഡി യോഗത്തിൽ അവരുടെ നിലപാട്. ജനറൽ ബോഡി യോഗത്തിൽ അവർ സംസാരിച്ചല്ലോ. മമ്മൂക്ക പ്രസംഗിച്ചു, മോഹൻലാൽ പ്രസംഗിച്ചു. അവരാരും ഈ വിഷയം പരാമർശിച്ചില്ലല്ലോ. ഈ വിഷയം പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെ അവർ പറയേണ്ട കാര്യമില്ല. പക്ഷേ വാർത്താ സമ്മേളനത്തിൽ അവരോട് ഡയറക്റ്റായിട്ട് ഏതെങ്കിലും പത്രക്കാരൻ ചോദിച്ചോ, മിസ്റ്റർ മമ്മൂട്ടി നിങ്ങൾ പറയൂ, മിസ്റ്റർ മോഹൻലാൽ നിങ്ങൾ പറയൂ എന്ന് ആരെങ്കിലും ചോദിച്ചോ? എന്ത് ചോദിക്കാത്തത്? പത്രക്കാർ ചോദിച്ചതിനാണല്ലോ മുകേഷിന്റെ റിയാക്ഷൻ കണ്ടത്. നിങ്ങൾ ഇങ്ങനെ ചോദിച്ചോ, ആസ് ദ പ്രസിഡന്റ് അല്ല വൈസ് പ്രസിഡന്റ് നിങ്ങൾ പറയൂ.
പേരെടുത്ത് ചോദിച്ചിട്ടില്ല. നിങ്ങളിങ്ങനെ ചോദ്യങ്ങൾ വിടുക മാത്രമേ ഇത്. നിങ്ങളിപ്പോൾ ജനറലായിട്ടാണ് ചോദിച്ചിട്ടില്ല. അതായത് ഇന്നസെന്റ് എടുത്ത അല്ലെങ്കിൽ ഇന്നസെന്റ് പറഞ്ഞ നിലപാടിന് വിരുദ്ധമായ ഒരു നിലപാടുണ്ടായിരുന്നു ഈ സൂപ്പർ താരങ്ങൾക്ക്, താങ്കൾക്ക് അറിയുമോ? വിരുദ്ധമായ നിലപാടൊന്നും ഉണ്ടായി തോന്നുന്നില്ല. അങ്ങനെയാണ് അവിടെ പ്രതിഫലിച്ചത്. എന്ന് പറഞ്ഞാൽ ഇത് സൂപ്പർ താരങ്ങളും ഇന്നസെന്റും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടുകച്ചവടമാണ് ഈ അമ്മ എന്ന സംഘടന. അതങ്ങനെ അങ്ങ് പറയാൻ എന്താ മടി? അങ്ങനെയാണ് എനിക്ക് തോന്നണ്ടേ? അങ്ങനെ തോന്നുന്നില്ല. ഇതൊരു കൂട്ട് കച്ചവടം എന്ന് പറഞ്ഞാൽ കച്ചവടമല്ല ഞാൻ ഉദ്ദേശിച്ച, താങ്കൾ ഉദ്ദേശിക്കുന്ന കച്ചവടം എന്ന് പറയുന്ന പ്ലെയിൻ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അവരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നി. വൈസ് പ്രസിഡന്റായ ഗണേശന് ആ അഭിപ്രായമുണ്ട്, വേറൊരു അർത്ഥത്തിൽ അദ്ദേഹം അത് പ്രകടിപ്പിച്ചു. അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു നേതൃത്വം ഇല്ലെങ്കിൽ ഇങ്ങനൊരു സംഘടനയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല. അല്ല, ഈ സൂപ്പർ താരങ്ങളുടെ നിലപാടും ശരിയായിരുന്നു എന്നാണോ ഈ പറയുന്നത്? അമ്മയുടെ ഔദ്യോഗിക ഭാരവാഹികളായിട്ടുള്ള മമ്മൂട്ടി മോഹൻലാൽ എനിക്കുള്ളൂ. അവരുടെ നിലപാട് ശരിയായിരുന്നു. അവരുടെ നിലപാട് ശരിയായിട്ടുള്ളതാണല്ലോ. അവർ ആ സ്റ്റേജിൽ പ്രസിഡന്റ് അവതരിപ്പിച്ച ആദ്യത്തെ പ്രസംഗം. ആ നിലപാടിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? എനിക്ക് യോജിപ്പില്ല. എനിക്ക് യോജിപ്പില്ല. അതല്ലേ പറഞ്ഞു, ഞാൻ തുടരണോ വേണ്ടെന്ന് ആലോചിക്കുന്നു. സർക്കാസ്റ്റിക് ആയിട്ടുള്ള കമന്റ്സ് ആണ് എപ്പോഴും താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണാറുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കേസിൽ തന്നെ വലിയ അന്വേഷണങ്ങളൊക്കെ നടക്കുമ്പോൾ താങ്കൾ പറഞ്ഞു, ഞാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിയെ വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ ഗൂഢാലോചനയൊന്നുമില്ല എന്ന്. അതുകൊണ്ട് ഗൂഢാലോചനയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. വളരെ വ്യക്തമാണ് എവിടെയാണ് ജോയ് മാത്യു നിൽക്കുന്നതെന്ന്. അഭിനയം തൊഴിലാക്കിയവരുടെ സംഘടനയാണ് അമ്മ. ഇത്രയും മതിയല്ലോ. വളരെ വ്യക്തമാണ് ജോയ് മാത്യു എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഇനി അമ്മ എന്ന സംഘടനയിൽ തുടരണമോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. വളരെ വ്യക്തമാണ് ജോയ് മാത്യു എവിടെയാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ വിഷയങ്ങളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരു സംഘടന, ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല ഭരണ നേതൃത്വം എന്ന താങ്കളുടെ തന്നെ സംശയങ്ങൾ, ഇപ്പോൾ ഈ അന്വേഷണം എത്തി നിൽക്കുന്ന നിർണായകമായ ചില ഘട്ടങ്ങൾ, അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണി കസ്റ്റഡിയിലാകാൻ പോകുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. കാവ്യ മാധവനിലേക്കും കാവ്യയുടെ അമ്മയിലേക്കും ഈ അന്വേഷണം ചെന്നെത്തുന്നു. പൾസർ സുനിയുമായുള്ള ബന്ധത്തിൽ നാദിർ ഷായും ദിലീപും ഒക്കെ ഈ ഗൂഢാലോചനയുടെ വലിയ കണ്ണികളായി മാറിയിട്ടുണ്ടെന്നുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെയൊക്കെ ജോയ് മാത്യു എങ്ങനെയാണ് കാണുന്നത്? ഇത് തെളിയിക്കപ്പെടേണ്ടതാണ്. ഈ ആരോപണങ്ങളൊക്കെ തെളിയിക്കപ്പെടേണ്ടത്. ആരെയും സംശയിക്കാം, നാളെ എന്നെ സംശയിക്കാം. ഇപ്പം നമ്മൾ ഇവർക്കൊക്കെ ഫോൺ ചെയ്യുന്ന ആൾക്കാരാണ്, ദിലീപിനും അല്ലെങ്കിൽ വേറെ ആൾക്കാർക്കൊക്കെ ഫോൺ ചെയ്യും. കാവ്യമാധവനായിട്ട് ഞാൻ ഇടയ്ക്ക് ഫോൺ ചെയ്തതാണ്. അത് തെളിയിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ആദ്യമേ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞെന്താ, ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയില്ല. ഞാനതേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണെന്നും പറഞ്ഞിട്ടില്ല, ശരിയാണെന്നും പറഞ്ഞില്ല. എനിക്ക് മുഖ്യമന്ത്രി വിശ്വാസമാണ്. മനസ്സിലായോ? മുഖ്യമന്ത്രിയെ വിശ്വസിക്കണ്ടേ? നിങ്ങൾ കാണുന്ന അർത്ഥം ഏതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആ അർത്ഥത്തിൽ വായിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ കഴിവ്. പലർക്കും അത് മനസ്സിലാവില്ല പെട്ടെന്ന്. ഈ അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഈ സാഹചര്യ തെളിവുകളൊക്കെ അങ്ങോട്ടേക്കാണല്ലോ ലിങ്ക് ചെയ്ത് പോകുന്നത്. അല്ല, അത് ഒരു തെളിവുകളുമില്ലാതെ ചിലപ്പോൾ അദ്ദേഹം നിരപരാധിയെന്ന് പറഞ്ഞ് പുറത്തു വന്നേക്കാം. നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല അത്. അപ്പോൾ നാളെ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് വരുമ്പോൾ നമുക്ക് അയാളെ ഇത്രയും പഴിയാരി നമ്മൾ എന്ത് മറുപടി പറയും? പോലീസിന് നിങ്ങൾ ഗൈഡ് ചെയ്യുന്ന പോലെയാണ് പലപ്പോഴും. അങ്ങനെയല്ല വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ കുറെ കൂടെ വ്യക്തത കൈവരും. താങ്കളുടെ ഒരു ഫിലോസഫി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ലൈഫ് ഈസ് എ വൺ ടൈം ഓഫർ എന്നതാണ്. അതിൽ പരമാവധി ആ ജീവിതത്തെ പ്രയോജനപ്പെടുത്തുക എന്നതാണ്. ഇതുപോലെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സാമൂഹിക പ്രശ്നത്തിൽ നിലപാടുകളിൽ വ്യക്തത വരുത്തി എങ്ങനെയാണ് ഈ ജീവിതത്തെ കുറെ കൂടി അർത്ഥമുള്ളതാക്കാൻ താങ്കൾ പോകുന്നത്? അത് ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ ഗോപീഷനായിട്ട് ഇത് സംസാരിക്കുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടാണ്. ജീവിതത്തിൽ ഓരോ നിമിഷവും നിങ്ങളെടുക്കുന്ന ഓരോ നിലപാടിലും നിങ്ങൾക്കൊരു എൻജോയ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ, നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷം കിട്ടുന്നു, നിങ്ങൾ എഴുതുമ്പോൾ സുഖം കിട്ടുന്നു, കുടുംബമായിട്ടിരിക്കുമ്പോൾ കിട്ടുന്നു, സുഹൃത്തുക്കളെ കൂടെ കിട്ടുന്നു. നമ്മൾ കാണേണ്ടത് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുക. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നൊരു കാര്യം, നമുക്ക് സമാധാനം കിട്ടുന്ന കാര്യം, അതുതന്നെയാണ് ജീവിതം എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ കുറേ പണം ഉണ്ടാക്കുക, വലിയ വീട് വെക്കുക, അതാണ് സന്തോഷം. അതല്ല, ആയിരിക്കുന്ന ഓരോ സമയവും നമ്മളത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ശരിയായ നിലപാടുകളെടുത്ത് മുന്നോട്ട് പോകൂ. എപ്പോഴും ജീവിതം ആസ്വദിക്കാൻ കഴിയട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് ഗോപി.